Greetings to you in Jesus' name. It is a great privilege for me to stand before you and to preach from the Word of God. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പകല് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന വഴികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യണം. Today's our topic is, let us turn our Bible, Matthew 5th chapter, verses 1 to 12. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെ വാക്യം നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് അത് നമുക്ക് വായിക്കാവുന്നതാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യം. ഞാനിവിടെ ഇംഗ്ലീഷ് വായിക്കുന്നു, നിങ്ങൾ ഏത് ലാംഗ്വേജാ അത് ഉപയോഗിക്കുക. When Jesus saw the crowds, he went upon the mountain, and after he sat down, his disciple came to him. He opened his mouth and began to teach them, saying, Blessed are the poor in spirit, for there is the kingdom of heaven. Blessed are those who mourn, for they shall be comforted. Blessed are the gentle, for they shall inherit the earth. Blessed are those who hunger and thirst for righteousness, for they shall be satisfied. Blessed are the merciful, for they shall receive mercy. Blessed are the poor in heart, for they shall see God. Blessed are the peacemakers, for they shall be called the sons of God. Verses 10. Blessed are those who have been persecuted for the sake of righteousness, for there is the kingdom of heaven. Blessed are you when people insult you and persecute you and falsely say all kinds of evil against you because of me. Verse 12. Rejoice and be glad, for your reward in heaven is great. For in the same way they persecuted the prophets who were before you. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടപ്പിക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. വെറുതെ ആരും ഇരിക്കരുത്. എല്ലാ ദൈവമക്കളും ഇന്ന് പകല് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ കൊടുക്കേണ്ട മഹത്വം ഒന്ന് കൊടുത്താട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങളൊക്കെ വാഴ്ചയാണ്. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോട് ആരാധിപ്പാൻ സ്വർഗം ഒരുക്കുന്ന വഴികൾക്കായി ഞങ്ങളൊക്കെ വാഴ്ചയാണ്. ഞങ്ങൾക്ക് പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ എല്ലാം സ്വർഗം ഒരുക്കിയ വലിയ കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കുമാറാണമേ, ഇടപെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ഇതൊന്ന് തറയ്ക്കുവാൻ, ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സ്വർഗം ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ നമ്മുടെ വിശുദ്ധ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഗിരിപ്രഭാഷണം, അല്ലെങ്കിൽ നമ്മൾ പറയും സെർമൺ ഓൺ ദ മൗണ്ട്, ദ ബിആറ്റിറ്റ്യൂഡ്. അതിനകത്ത് ദ പെർഫെക്റ്റ് ഒന്ന് പറഞ്ഞാട്ടെ. ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട്. ജീസസ് ടോട്ട്സ് വിത്ത് അതോറിറ്റി. നമ്മൾ നോക്കുകയാണെങ്കിൽ he taught as one who had authority and not as the teachers of the law. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. Sometimes I think I am doing okay with the Christian life. Then I read the Sermon on the Mount and my pride gets bruised and battered. ഞാൻ കൊച്ചിലോട്ട് ഇത് വായിക്കുന്നതാ, പക്ഷെ വായിച്ചിട്ടും ഒന്നും ഞാൻ ആയിട്ടില്ല. കൊച്ചിലോട്ട് നമ്മളെല്ലാം ബൈബിൾ വായിക്കുന്നു, സത്യവേദ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഒന്നും ആയിട്ടില്ല. ഇത് വായിച്ചപ്പോഴുണ്ടല്ലോ, ഞാൻ പല പ്രാവശ്യം വായിച്ചു, പല പ്രാവശ്യം പഠിച്ചു, എഴുതാവുന്ന നോട്ടുകളെല്ലാം എഴുതി. പക്ഷെ ഏതാണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത് സെർമൺ ഓൺ ദ മൗണ്ട് 1 വർഷത്തെ ക്ലാസ്സാണ്.
പക്ഷെ എല്ലാം കൂടെ ചേർത്ത് ഒരു 30 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്തും. ഇവിടെ നോക്കണം, ഇൻ ദിസ് സെർമൺ Jesus give a clear and urgent sense of the life God desires and shows us why his transformation is desperately needed in our life. അതിൻ്റെ പർപ്പസ് നോക്കണം. Purpose of this message: understand the high moral and spiritual standards of the Sermon on the Mount. There is a purpose. When God's holiness and hunger and thirst more and more for his righteousness, where is purpose? Depend increasingly on Christ in our daily lives as we seek to please the Lord. നോക്കണം, അത്ര ശക്തമായിട്ട് യേശു തമ്പുരാൻ, നമ്മൾ അത് വായിച്ചു. when Jesus saw the crowds, he went upon the mountain, and after he sat down, his disciple came to him. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്ക വന്ന്, വേഴ്സ് 2, അവൻ തിരുവാൾ മൊഴിഞ്ഞവരോട് ഉപദേശിച്ചെന്നാൽ. നോക്കണം, ഇത് പൗലോസ് അല്ല സംസാരിക്കുന്നത്, പത്രോസ് അല്ല സംസാരിക്കുന്നത്, യേശു തമ്പുരാൻ തന്നെ, വലിയവനായ സർവശക്തനായ ദൈവമാണ് ഈ വചനങ്ങൾ സംസാരിക്കുന്നത്. നോക്കണം, അതിൻ്റെ സെർമൺ ഓൺ ദ മൗണ്ട്, അതിനകത്ത് നമുക്ക് ഒത്തിരി പാർട്ട് നമുക്ക് പഠിക്കുവാനുണ്ട്. ഉപ്പും പ്രകാശവും, സോൾട്ട് ആൻഡ് ലൈറ്റ്. കൊലപാതകം സംബന്ധിച്ച്, about murder. വ്യഭിചാരം സംബന്ധിച്ച്, about adultery. വിവാഹമോചനം സംബന്ധിച്ച്, on divorce. ശത്രുക്കളെ സ്നേഹിക്കുക, love for enemies. വേറെ പറഞ്ഞു, ജീസസ് ടോക്കിംഗ് അബൌട്ട് അല്ലെങ്കിൽ ടീച്ചിങ് ഓൺ ആം ഗിവിംഗ്. ജീസസ് teaching on prayer. Jesus teaching on fasting, judging others, the golden rule. The false prophet, the 2 foundations. ഇത്രയും കാര്യമാ യേശു തമ്പുരാൻ അവിടെ ഇരുന്ന് ജനക്കൂട്ടത്തെ നോക്കി, ശിഷ്യന്മാർ ചുറ്റും ഇരുന്ന് വചനം കൊടുക്കുന്നത്. ഇത്ര ശക്തമായിട്ടുള്ള ബൈബിളിൽ വേറൊരു വാക്യമില്ല. ശക്തമായിട്ടുള്ള ദൂത, ഒരു മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടുന്ന ശക്തമായിട്ടുള്ള വചനങ്ങൾ ജനത്തിന് വേണ്ടി വിളമ്പിക്കൊടുക്കുകയാണ്. നോക്കണം, നമ്മൾ നോക്കിയാണെങ്കിൽ അതിൻ്റെ മലയാളം നമുക്കറിയാം. നമ്മൾ വീട്ടിൽ ചെന്ന് ഇഫ് യു ക്യാൻ ഒന്ന് വായിക്കണം ഈ 3 അധ്യായം. നോക്കണം, നമ്മൾ മഹാത്മാ ഗാന്ധിജി, മാർട്ടിൻ ലൂതർ കിങ് and many scholars were deeply influenced by the Sermon on the Mount. Gandhiji did not preach Christian doctrine, but he frequently referred to and practiced the principles from these verses. As he advanced not
violence and truth. Although Gandhi was not a Christian, he deeply respected Jesus and said that the Sermon on the Mount went straight to his heart. This shows the power of God's word to touch even those outside the Christian faith. മഹാത്മാ ഗാന്ധിജി, മാർട്ടിൻ ലൂതർ കിങ്, ഒത്തിരി സ്കോളേഴ്സ് ഈ വചനത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. മഹാത്മാഗാന്ധി ഒരു ക്രിസ്ത്യാനിയല്ലായിരുന്നു. യേശുവിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഗിരിപ്രഭാഷണം എൻ്റെ ഹൃദയത്തിൻ്റെ അതല്ലെങ്കിൽ അകത്തേക്ക് അതേ ടച്ച് ചെയ്തു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങണം. ഒത്തിരി പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട്. ഒത്തിരി പ്രവാചകന്മാർ വന്ന് പ്രവചിക്കുന്നുണ്ട്. അതെല്ലാം അന്നേരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 3 അധ്യായം ദൈവജനം ഒന്ന് വായിക്കണം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഓരോ അധ്യായം അല്ലെങ്കിൽ ഒരു 4-5 വാക്യം വെച്ചൊന്ന് പഠിച്ചാട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അത് സ്പർശിക്കുക ചെയ്തും. പ്രിയമുള്ളവരെ, നോക്കാം. What is the Sermon on the Mount? The Sermon on the Mount found in Matthew chapters 5 to 7 is Jesus' most famous moral discourse. It presents the ethics of the kingdom of God, shifting the focus from mere rule following to inward transformation. It includes the Beatitude, the Lord's Prayer, and the Golden Rule. നോക്കാം, വളരെ ശക്തമായിട്ട് ബൈബിളിലെ മത്തായി 5 മുതൽ 7 വരെ, 5, 6, 7 അധ്യായങ്ങളിൽ കാണപ്പെടുന്ന ഗിരിപ്രഭാഷണം യേശുവിൻ്റെ ഏറ്റവും പ്രശസ്തമായ ധാർമ്മിക പ്രഭാഷണമാണ്. ഇത് ദൈവരാജ്യത്തെ രൂപയിലാക്കുന്ന, വെറും നിയമത്തിൽ നിന്ന് ആന്തരിക പരിവർത്തനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അത് തൊടുന്ന, കൂടാതെ അനുഗ്രഹങ്ങൾ, കർത്താവിൻ്റെ പ്രാർത്ഥന, അങ്ങനെ പല കാര്യങ്ങൾ ദ ഗോൾഡൻ റൂൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ അവിടെ ഉണ്ടായിരുന്നു, എറണാകുളം ഹോസ്പിറ്റലിൽ. ഞാൻ ലോർഡ്സ് പ്രയർ മാത്രം എടുത്ത് പ്രസൻറ്റ് ചെയ്യുവാൻ ഇടയായി. ആ ലോർഡ്സ് പ്രയർ, ഞങ്ങൾ അവസാനം ആ ലോർഡ്സ് പ്രയർ വേറൊരാളോട് ഞാൻ പറഞ്ഞു, ഒരു കാത്തലിക്സിലെ അച്ഛനോട് പറഞ്ഞു, അത് ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന നടത്താൻ. അതിനൊത്തിരി കാര്യങ്ങളുണ്ട്. ലോർഡ്സ് പ്രയർ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിധം എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ അത് ക്ലാസ് എടുക്കാം. ദ ലോർഡ്സ് പ്രയർ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, നമുക്ക് ഇന്നും അറിയത്തില്ല പ്രാർത്ഥിക്കാം. ഇന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയാണ് ഇത് പറയുന്നത്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല പ്രിയമുള്ളവരെ. യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തൊക്കെയാണ് പ്രാർത്ഥിക്കണം, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, ആ 4-5 വാക്യത്തിൽ അത് കിടപ്പുണ്ട്. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. ഈ സെർമൺ, ഈ ഗിരിപ്രഭാഷണം യേശു തമ്പുരാൻ പ്രവചിക്കുന്ന ഏത് മലയിലാണെന്ന് അറിയാമോ? മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ്. ഒത്തിരി മലകളുണ്ട്. ഏതാണ്ട് 7 മലകൾ, പ്രശസ്തമായ 7 മലകൾ ഇസ്രായേലിലുണ്ട്. അതിൻ്റെ അല്ലെങ്കിൽ ആ മലയുടെ പേര് തന്നെ മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ് ആണ്, അല്ലെങ്കിൽ മൗണ്ട് എർമോസ് എന്ന് മാത്രം. നോക്കണം, അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ ഇരുന്നു കൊണ്ട് യേശു തമ്പുരാൻ ലോകത്തോട് വിളിച്ചു പറയുന്ന യേശു തമ്പുരാൻ്റെ തിരുവാഴ്മ
നോക്കാം, അത്ര ശക്തമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ്. നിങ്ങളത് ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് അതൊന്ന് എടുത്തെടുക്കണം. ദ 8 കോർ ബീറ്റിറ്റ്യൂഡ്, അനുഗ്രഹങ്ങൾ, പൂർണ്ണം, ഇതെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ആ പെട്ടെന്ന് 8 ബിയാറ്റിറ്റ്യൂഡ് ജസ്റ്റ് ഒന്ന് തൊട്ട് മുന്നോട്ട് നീങ്ങുവാൻ നമ്മൾ ആ ദിവസം പ്രാർത്ഥിച്ച് അത് തുടർന്നുള്ള ശുശ്രൂഷ ദേവദാസൻ നടത്തും. ദ 8 കോർ ബിയാറ്റിറ്റ്യൂഡ്സ്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 1-ാം വാക്യം, അതിൻ്റെ 2, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഒന്നൊന്ന് പറയാമോ? ദ പൂവർ ഇൻ സ്പിരിറ്റ്, ദ പൂവർ ഇൻ സ്പിരിറ്റ്, ദ പൂവർ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യന്മാർ, സ്വർഗരാജ്യം അവരുടേത്. ബ്ലെസ്ഡ് ആർ ദ പൂവർ ഇൻ സ്പിരിറ്റ്, ഫോർ there is the kingdom of heaven. അത് മറക്കരുത്. ദ പൂവർ ഇൻ സ്പിരിറ്റ്. അവിടെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ആത്മീയ പാപ്പരത്വം അംഗീകരിക്കുക. എനിക്കൊന്നും അറിയത്തില്ല, അപ്പാ എന്നെ പഠിപ്പിക്കണമേ. വചനം വായിക്കുന്നതല്ലാതെ എനിക്ക് ഹൃദയത്തിൻ്റെ, എനിക്ക് ആ ആഗ്രഹം, ആർത്തി, എനിക്ക് വചനം പഠിക്കുവാനുള്ള ആഗ്രഹം, ആർത്തി, അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. എന്നും വചനം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ വചനം വായിക്കുന്നു. പക്ഷെ ഇന്നൊന്ന് പറയാമോ, എന്നെ ഇത് പഠിപ്പിക്കണമേ. ഞാൻ ബാങ്ക്രപ്സിയാ, എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഒന്ന് പറയാമോ? those who recognize their complete spiritual poverty and absolute dependence on God. അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ദ പൂവർ ഇൻ സ്പിരിറ്റ്. ഒന്ന് വിളിച്ചു പറയാമോ നിങ്ങൾക്ക്? ഇന്ന് പകലൊന്ന് ആഴമായ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാണ്, നിങ്ങൾക്ക് സ്വയം രക്ഷിക്കുവാൻ കഴിയില്ലെന്നും അവൻ്റെ കൃപയിൽ ആശ്രയിക്കപ്പെടുന്നുവെന്നും അംഗീകരിക്കുന്ന ആഴമായ എളിമയുടെ മനോഭാവമാണ്. ഈ ലോകത്തിൽ എനിക്ക് ആശ്രയിപ്പാൻ ആരുമില്ല. പ്രിയമുള്ളവരെ, ഓരോരുത്തരും, നമുക്ക്, ഞാൻ ഉൾപ്പെടെ, നമുക്ക് ആർക്കും ആശ്രയിപ്പാൻ ലോകത്തിൽ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ആശ്രയിപ്പാൻ മതിയായ ദൈവം. നമ്മളിന്ന് പാടിയ മലയാളം പാട്ടെല്ലാം അത് തന്നെ. ആശ്രയിപ്പാൻ, നമ്മുടെ കഷ്ടതയിലും പ്രയാസത്തിലും വേദനകളിലും കണ്ണുനീരിലും ആശ്രയിപ്പാൻ അവൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ വചനം മാത്രമേ ഉള്ളൂ. ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ ഇന്ന് പകൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. വെറുതെ ദ പൂവർ ഇൻ സ്പിരിറ്റ്. ഇന്ന് പകൽ നമ്മുടെ ആത്മാവിൻ്റെ, എനിക്കൊന്നും അറിയത്തില്ല ദൈവമേ, എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയിൽ ഞാൻ ഹഗ് ചെയ്യുന്നു, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ലോകത്തിൽ ആശ്രയിപ്പാൻ ആരുമില്ല പ്രിയമുള്ളവരെ. നമ്മുടെ വേദനകളുടെ സമയത്ത്, ഞങ്ങളുടെ കഷ്ടതയുടെ സമയത്ത്, നമ്മുടെ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ, ഞങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ, ലോകത്തിൽ ആരും നമുക്ക് ആശ്രയിപ്പാൻ ആരുമില്ല പ്രിയമുള്ളവരെ. എന്നാൽ യേശു തമ്പുരാനിൽ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് അവിടെ വിളിച്ചു പറയുന്നത്, യേശു തമ്പുരാൻ വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മാവിൽ ദരിദ്രരായവർ, ദ പൂവർ ഇൻ സ്പിരിറ്റ്. ഹല്ലേലൂയ, എനിക്കൊന്നും അറിയത്തില്ല, ഹല്ലേലൂയ, ഞാൻ അങ്ങയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് എൻ്റെ വിശ്വാസ ജീവിതം മുന്നോട്ട് നീക്കുന്നു. എത്ര പേര് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നീക്കണം. എത്ര ദിവസമുണ്ട് അറിയത്തില്ല. മരണം നമ്മുടെ പുറകിന് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. നമ്മൾ അറിഞ്ഞോ അറിയാതോ എത്രയോ പേര് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, നമ്മുടെ കുടുംബത്തിൽ തന്നെ മരണം കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ആശ്രയിപ്പാൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം എത്ര ദിവസമുണ്ടെന്ന് അറിയത്തില്ല, എത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയത്തില്ല പ്രിയമുള്ളവരെ. എന്നാൽ ആശ്രയിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. അവനിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. അവൻ ഹല്ലേലൂയ ചെല്ലേണ്ടുന്ന സ്ഥാനത്ത് അത് നിത്യതയിലെത്തിക്കുന്ന തന്നെ ചെയ്യും. ദ പൂവർ ഇൻ സ്പിരിറ്റ്. ഞാനിത് മുന്നോട്ട് നീങ്ങിയാണ്. രണ്ടാമത്തേത് ദ പൂവർ ഇൻ സ്പിരിറ്റ്. രണ്ടാമത്തേത് നോക്കണം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും.
ദുഃഖിക്കുന്നവർ. Blessed are those who mourn, for they shall be comforted. Those who mourn. ഒന്ന് വിളിച്ചു പറയാമോ? Those who mourn. ഒന്ന് പറഞ്ഞോട്ടെ. ദുഃഖിക്കുന്നവർ, ദുഃഖിക്കുന്നവർ. നമുക്കറിയത്തില്ല, എത്രയോ പേര് ദുഃഖത്തില്ല. നിലവിളിക്കുന്ന ശബ്ദം നമ്മളാരും അറിയത്തില്ല. ചിലപ്പം അകത്ത് വേദന, കണ്ണുനീര് ഒക്കെയുണ്ട് പ്രിയമുള്ളവരെ. Those who grieves over suffering, injustice and their own brokenness. നോക്കാം, ഗിരിപ്രഭാഷണത്തിലെ 2ാമത്തെ അനുഗ്രഹമാണ്. അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട്, അവിടെ ആ വാക്യത്തിൽ തന്നെ യേശു തമ്പുരാൻ പറയുന്നത്, അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. അതേ അവിടെ വിളിച്ചു പറയുന്നു. സങ്കീർത്തനം 32:18 ഇന്ന് നമ്മുടെ ജോഷുവ വിളിച്ചു പറഞ്ഞത്. അതേ, ഹൃദയം നുറുക്കിയവർക്ക് സമയം മനസ്സ് അവരെ രക്ഷിക്കുന്നു. The Lord is close to the broken hearted and saves those who are crushed in spirit. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമസ്വൻ, മനസ്സ് അവനെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കുന്നു. നമുക്ക് ക്രിസ്തീയ ജീവിതം പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, വേദനകളില്ലാഞ്ഞിട്ടല്ല, കണ്ണുനീരില്ലാഞ്ഞിട്ടല്ല പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ നമുക്ക് ആശ്രയിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് യേശു തമ്പുരാൻ തിരുവാഴ്മയോ അവരോട് വിളിച്ചു പറഞ്ഞത്, അല്ലെങ്കിൽ ദുഃഖിക്കുന്ന ഭാഗ്യവന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മുടെ വേദന ഒരാളോടൊന്ന് പറഞ്ഞു നോക്കിക്കേ, നമുക്ക് ആശ്വാസം കിട്ടും. വിശ്വസ്തരോടെ പറയാവോ? അല്ലെങ്കിൽ പറയരുത്. നമ്മളൊന്ന് പറഞ്ഞു നോക്കട്ടെ, നമ്മുടെ വേദനയൊന്ന് പറഞ്ഞു നോക്കിക്കേ. പക്ഷേ നമുക്ക് ആശ്വാസം സ്വർഗം തരും. അവർ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ വേദന മറ്റുള്ളവരോട് പറയുമ്പോൾ, വിശ്വസ്തന്മാരോട് പറയുമ്പോൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ഹല്ലേലൂയ. വിശ്വസ്തന്മാരോട് പറയുമ്പോൾ ഹല്ലേലൂയ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആശ്വാസം കിട്ടുവാൻ ഹല്ലേലൂയ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, നമ്മുടെ വേദനകൾ ഹല്ലേലൂയ വിളിച്ചു പറയുമ്പോൾ, യേശു തമ്പുരാനോട് വിളിച്ചു പറയുമ്പോൾ, അത് യേശു തമ്പുരാൻ പറഞ്ഞത് ഹല്ലേലൂയ ഹല്ലേലൂയ സൗമ്യതയുള്ള ഭാഗ്യവന്മാർ അവർ ഭൂമിയൊക്കെ അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങിയ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഏത് മനസ്സ് തകർന്നവരെയും രക്ഷിപ്പാൻ എൻ്റെ ദൈവം മധ്യായ ദൈവമാണ്. അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എത്ര പേര് ഹല്ലേലൂയ വിശ്വസിക്കുന്നു? അവൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ് പ്രിയമുള്ളവർ. ഇന്ന് പകൽ വിളിച്ചു പറയണം. മൂന്നാമത്തേത് ആത്മാവിൽ, മൂന്നാമത്തേത് സൗമ്യതയുള്ളവർ ഭാഗ്യവന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ, blessed are the gentle, for they shall inherit the earth. സൗമ്യതയുള്ള ഭാഗ്യവന്മാർ, അവർ ഭൂമി അവകാശമാക്കും. The meek, അല്ലെങ്കിൽ നോക്കണം, the gentle, humble and patient, who did not rely on force, on arrogance. നോക്കണം, the meek, താഴ്മ, സ്വന്തം ഇഷ്ടം ഉറപ്പിക്കുന്നതിന് പകരം എൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ എൻ്റെ ഹിതമല്ല, എൻ്റെ ഹിതം എടുക്കരുത്, അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഹിതം മാത്രം. സ്വന്തം ഇഷ്ടം ഉറപ്പിക്കുന്നതിന് പകരം കീഴടങ്ങി ഇളയവയും സൗമ്യതയും പ്രകടിപ്പിക്കുന്നവർക്ക് ഒടുവിൽ ദൈവം വാഗ്ദാനം ചെയ്തതെല്ലാം ലഭിക്കും എന്നാണ് ഇതിനർത്ഥം. സ്വന്തം ഇഷ്ടം എടുക്കാതെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി എളിമയും താഴ്മയും ഒന്ന് പ്രാർത്ഥിക്കാമോ? പറ്റുമോ? ഇന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കിടക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. പ്രവാചകന്മാർ പറഞ്ഞു, നിങ്ങളെ അവിടെ അനുഗ്രഹിക്കും, ഇവിടെ അനുഗ്രഹിക്കും, എല്ലാം പറയും. നോ, ദൈവം തമ്പുരാൻ പറയുന്നത്, ഈ വചനമായ എൻ്റെ പ്രവചനം എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ അതിൽ വിശ്വസിക്കുന്ന, മിറക്കിളിൽ വിശ്വസിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ദൈവം ഈ എഴുതിയ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്ന, കുറച്ച് കൈയടിച്ച് അതും ഇതും പറഞ്ഞിട്ട് പോകുവാനല്ല. ഇന്ന് പകൽ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇന്ന് പകലൊന്ന് ഇറങ്ങണം. ഇന്ന് പകലും ദൈവമക്കൾ, ഇവിടെ ആയിരിക്കുന്ന ദേവദാസന്മാർ, ദൈവമക്കള്, കുഞ്ഞുങ്ങള്, ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. കുറച്ച് കൈയടിച്ച് കയറി കളയുവാനല്ല.
അതും ഇതും പറഞ്ഞ് പ്രവചനം പറഞ്ഞിട്ട് പോകുവാനല്ല. ഇന്ന് പകല ഈ വചനമാണ് എൻ്റെ പ്രവചനം. ദൈവം എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഈ വചനം അനുസരിച്ചാൽ ഏതാണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞാൽ 5000 ചില്ലുവാനം വാഗ്ദാനങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. അത് അനുസരിച്ചാൽ ദൈവം തന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് യേശു തമ്പുരാൻ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, നോക്കണം ദ മീക്ക്. അടുത്ത നോക്കിക്കാട്ടെ, 6-ാം വാക്യം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുത്തും. Blessed are those who hunger and thirst for righteousness. Those who hunger, people who passionately long for justice and moral wholeness. എന്നതിനർത്ഥം അറിയാനും അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനും തീവ്രമ അതിയായ ആഗ്രഹമുള്ളവരെ ദൈവം ആത്മീയമായി ഉയർത്തുക തന്നെ ചെയ്യും. അവൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ. Those who hunger and thirst for righteousness, people who passionately long for justice and moral wholeness. അവൻ്റെ ഇഷ്ടം നിറവേറ്റണം. നീതി. നമുക്ക് നീതിയുണ്ടോ? റൈച്ചസ് ആണോ നമ്മളോട് തന്നെ ചോദിക്കുക. അവിടെ വിളിച്ചു പറയുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ അവർക്ക് തൃപ്തി വരുത്തും. നോക്കാം, ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ് പെട്ടെന്ന്. 7-ാം വാക്യം 1. കരുണയുള്ളവർ, എൻ്റെ കൂടൊപ്പം നിങ്ങൾ വരണം. ഹലോ, എൻ്റെ കൂടൊപ്പം നിങ്ങൾ വരിക. 7-ാം വാക്യം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. Blessed are the merciful, for they shall be shown mercy. കരുണ. ഈ നമ്മുടെ റോഡിൽ കടന്നു പോകുമ്പോൾ, നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒത്തിരി ഹോംലെസ് ഉണ്ട്. എത്ര പേര് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കും? ചിന്തിക്കണം. അവർ ചിലപ്പോൾ ആ പൈസ കൊണ്ടൊക്കെ കുടിക്കുക അതും ഇതുമൊക്കെ ചെയ്യും. വി നീഡ് ഫുഡ്. അതൊക്കെ എഴുതി വെച്ചേക്കുന്ന ഹോംലെസ്. ഞാനെന്ത് ചെയ്യുമെന്നറിയാമോ? എൻ്റെ ഒരു സ്വഭാവമാണ്, അവിടെ കിടക്കുന്ന തുണികളും അതിനകത്തൊരു ബൈബിളും വെക്കും, ചെറിയൊരു എമൗണ്ട് അതിനകത്ത് വെക്കും. അത് വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പറയുമല്ല, വണ്ടി നിർത്തി, അല്ലെങ്കിൽ നമ്മുടെ ഈ റെഡ് സിഗ്നലിൻ്റെ അവിടെ ആയിരിക്കും, ഡോറ് തുറക്കും, കൊടുക്കും. പക്ഷേ അവരൊന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം ഒക്കെ പറയും. എത്ര പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്? ഇന്ന് പകലൊരു തീരുമാനം, നിങ്ങളെ അവരെ ആക്രമിക്കുകയൊന്നും ചെയ്യത്തില്ല. കരുണ. നമ്മൾ അങ്ങോട്ട് കരുണ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കരുണ ലഭിക്കും. അത് വലിയൊരു സത്യമാണ് പ്രിയമുള്ളവരെ. ഞങ്ങൾക്ക് ഒത്തിരി അനുഭവമുള്ളതാണ്. ഇന്നലെ നോർത്ത് ഇന്ത്യയിൽ എനിക്കൊരു ചെറിയൊരു മിനിസ്ട്രി ഉണ്ട്, കേരളത്തിലും ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ആ ദൈവദാസൻ, ഞാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന, അവർ നോർത്ത് ഇന്ത്യ മൊത്തം ചർച്ചുകൾ പണിയുന്നതും എല്ലാം എന്നാൽ കഴിയാവുന്ന ഞാൻ കൊടുക്കും. ഇന്നലെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണിച്ച പകുതി പണി നിർത്തിയിട്ടിരിക്കുക. നിങ്ങൾ എത്ര പേര്, നിങ്ങൾക്ക് സാലറി കുറവാണ്, പക്ഷെ ഉള്ളതിനകത്തുനിന്ന് ചെറിയൊരു എമൗണ്ട് ചർച്ചിൽ കൊടുക്കണം. നമ്മുടെ ലോക്കൽ ചർച്ച് ഇമ്പോർട്ടൻ്റാ, കൊടുക്കുവാൻ എത്ര പേര് ഹെൽപ്പ് ചെയ്യും? പാവങ്ങൾ. സ്കൂൾ ബാഗ്, ഓരോ പ്രാവശ്യം എന്നോട് ചോദിക്കും, സ്കൂൾ ബാഗ്, അത് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായം, ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ദൈവദാസന്മാരെ കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കണം. വേറെ റൂട്ടിലൊക്കെ പോയാൽ ചിലപ്പോൾ നടന്നില്ലെന്ന് വരും. അവർ നമ്മളെ അറിയിക്കുമ്പോൾ കരുണ. അതുകൊണ്ട് അവിടെ വിളിച്ചു പറയുന്നത് ബ്ലസ്ഡ് ആർ ദ പൂർ ഇൻ. നോക്കണം,
കരുണയുള്ളവർ ഭാഗ്യവന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ബ്ലെസ്ഡ് ആർ ദ മേഴ്സിഫുൾ, ഫോർ ദേ ഷാൽ ബി ഷോൺ മേഴ്സി. ദ മേഴ്സിഫുൾ ഒന്ന് വിളിച്ചു പറയാമോ? ദ മേഴ്സിഫുൾ ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞട്ടെ. എന്നോടൊപ്പം നിങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ നിർത്തുക. ദ മേഴ്സിഫുൾ. ഗിരിപ്രഭാഷണത്തിലെ ഈ വാക്യം പഠിപ്പിക്കുന്നത് മറ്റുള്ളവരോട് അനുകമ്പ, ക്ഷമ എന്നിവ സജ്ജമായി പ്രകടിപ്പിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ യഥാർത്ഥ വിശ്വാസികളുടെ ഒരു നിർവചിക്കുന്ന സ്വഭാവമാണ്. തത്വത്തെ ഇത് പ്രതിഫലിക്കുന്നു. Those who extend forgiveness, compassion and aid to others. കരുണ, നിങ്ങൾ ഒരാളോട് കരുണ കാണിച്ചാൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഒത്തിരി മരണമൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ബന്ധക്കാരുടെ എത്ര പേര് പോകും ആ വീട്ടിലൊക്കെ? ഒന്ന് പോയി പ്രാർത്ഥിക്കും. ഒരു വാക്ക്, ഒരു ആശ്വാസ വാക്ക്. ഒരാൾ അസുഖം കിടക്കുമ്പോൾ ഒന്ന് പോയി പ്രാർത്ഥിക്കുക. അവർക്ക് ചെയ്യാവുന്ന നമ്മളൊക്കെ ചെയ്യുക. നമ്മുടെ ചർച്ചിലല്ല, പള്ളിയിൽ തന്നെ. മരണ വീട്ടിൽ പോകുന്നില്ല. നോക്കണം, പ്രവചനത്തിൽ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ദുഃഖിക്കുന്നവരുടെ വീട്ടിൽ പോവുക, മരണ വീട്ടിൽ പോവുക, ഒന്ന് പ്രാർത്ഥിക്കുക. അവർക്കൊരു ആശ്വാസം, കുടുംബത്തിനൊരാശ്വാസം. എത്ര പേര് പോകും? ഇതൊക്കെ തീരുമാനമെടുക്കണം. യേശു തമ്പുരാൻ, ഞാനല്ല ഇത് പറയുന്നത്, യേശു തമ്പുരാനാണ് വിളിച്ചു പറയുന്നത്. എയ്ഡ് ടു അതേഴ്സ്. നോക്കണം, ദോസ് ഹു എക്സ്റ്റെൻഡ് ഫോർഗിവ്നെസ്, കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് ടു അതേഴ്സ്. നിങ്ങൾക്ക് ഈ പ്രസൻറ്റേഷൻ വേണമെങ്കിൽ 3 പേര് അവിടെ പുറകെ ഇരിപ്പുണ്ട്, അവരോട് പറഞ്ഞാൽ മതി. ആ പ്രസൻറ്റേഷൻ ജോഷുവയുണ്ട്, വില്യമുണ്ട്, ജെയ്സണുണ്ട്, ഇവരെല്ലാം. നമ്മുടെ രൂഫസ് ലൈവ് ചെയ്യുന്നു. നിങ്ങൾ പഠിക്കണം. ഇത് അവരോട് മേടിച്ച് നിങ്ങൾ പഠിക്കണം. 1 വർഷത്തെ ക്ലാസ് പ്രസൻറ്റേഷൻ ഒരു 30 മിനിറ്റ് കൊണ്ട് തീർക്കും. പഠിക്കണം. വേറെ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. പെട്ടെന്ന് ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. അതിൻ്റെ 5:8, 5-ാം അധ്യായം 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവന്മാർ, അവർ ദൈവത്തെ കാണും. The poor in heart, blessed are the poor in heart, for they shall see God. The poor in heart ഒന്ന് വിളിച്ചു പറയാമോ? എൻ്റെ കൂടൊപ്പം നിങ്ങൾ വാ. The poor in heart, the poor in heart. ഹൃദയശുദ്ധി. Individuals with sincere, undivided loyalty and clean motives towards God. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഈ പ്രശസ്തമായ അനുഗ്രഹം അർത്ഥമാക്കുന്നത് ദൈവത്തോടുള്ള ആത്മാർത്ഥവും അഭിവാജ്യമായ ഭക്തിയുള്ള, അതേ മറിഞ്ഞിരിക്കുന്ന ആ ഹൃദയശുദ്ധി, ഈ ജീവിതത്തിൽ അവൻ്റെ സാന്നിധ്യം അടുത്ത് അനുഭവിക്കുകയും ഒടുവിൽ നിത്യതയും അവനെ കാണുന്നു. ദ പൂർ ഇൻ ഹാർട്ട്, ഹൃദയശുദ്ധി. എത്ര പേർക്ക് ഹൃദയശുദ്ധിയുണ്ട്? ഞാനിതെല്ലാം പഠിക്കുമ്പോൾ എന്നോട് തന്നെ ചോദിക്കുന്നത്, നീ ഹൃദയശുദ്ധി ഉണ്ടോ എന്ന്. ദൈവം തമ്പുരാൻ എന്നോട് ചോദിച്ചു ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ ഹൃദയശുദ്ധി ഉണ്ടോ? ഇന്ന് പകല് നമ്മളെല്ലാം ആരാധനയ്ക്ക് വന്നു, വിശുദ്ധ ആരാധനയ്ക്ക് ആരാധിക്കുന്നു. ഇന്ന് പകല് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാട്ടെ, ഞാൻ ഹൃദയശുദ്ധിയുള്ളവനാണോ? അല്ലെങ്കിൽ ഇവിടെ കിടക്കും, അങ്ങോട്ട് പോകത്തില്ല. ഈ വചനം അനുസരിച്ചാൽ മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ. പ്രിയമുള്ളവരെ, അവിടെ വിളിച്ചു പറയുന്നു, മത്തായി സുവിശേഷം 18-ാം അധ്യായം 3-5 ഇങ്ങനെ വായിക്കുന്നു. And he said, truly I tell you, unless you change and become like little children, you will never enter the kingdom of God. Therefore, whoever takes the lowly position of this child is the greatest in the kingdom of God. And whoever welcomes one such child in my name welcomes him. കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞ് ജനിച്ച് ആ ഹൃദയം അതുപോലെ ആയില്ലെങ്കിൽ ഞാനപ്പോൾ പറഞ്ഞു, ദൈവമേ ഞാൻ പോകത്തില്ലല്ലോ എന്ന്. സത്യമാ, ഞാൻ അവിടെ വരുത്തില്ലല്ലോ എന്ന്. കുഞ്ഞിനെ പോലെ ഹൃദയശുദ്ധിയോടെ, the poor in heart. ഇന്ന് പകലൊരു തീരുമാനപ്പെടാം, നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം.
നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം പ്രിയമുള്ളവർ. ഒരു തീരുമാനമെടുക്കാമോ? ഇന്ന് പകൽ എത്ര പേര് തീരുമാനമെടുക്കും? തീരുമാനമെടുക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. നമ്മൾ എത്ര ദിവസം ഉണ്ട് അറിയത്തില്ല പ്രിയമുള്ളവർ. ഹല്ലേലൂയ. നമ്മുടെ ചെറുപ്പക്കാരെ എത്രയോ പേര് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്രയോ പേര് നമ്മൾ അറിഞ്ഞു അത് എത്രയോ പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യാത്ര ചെയ്യുന്നവർ, കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത ഒരു സഹോദരി ഹല്ലേലൂയ ആക്സിഡന്റിൽ മരിച്ചു. ഹല്ലേലൂയ. അത് യാത്ര ചെയ്തപ്പോൾ ഹല്ലേലൂയ വേറൊരു വണ്ടി മാറ്റി ഇടിച്ച് ഹല്ലേലൂയ നമ്മുടെ ഇവിടെ തന്നെ ഹല്ലേലൂയ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പ്രിയമുള്ളവരെ. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ, അടുത്ത സെക്കൻഡ് നമുക്കറിയത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഹൃദയശുദ്ധിയോടെ ഹല്ലേലൂയ ആയിരിക്കും. അങ്ങനെയെങ്കിൽ എപ്പം മരിച്ചാലും എപ്പം ദൈവം എടുത്താലും ദൈവം ഒരു ദിവസം നമ്മളെ എടുത്ത് കൊണ്ടുപോകും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവം ഇങ്ങോട്ട് വിട്ടാൽ ഹല്ലേലൂയ എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല പ്രിയമുള്ളവരെ. ഒരു ദിവസം നമ്മളെ അങ്ങ് കൊണ്ടുപോകും. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ചെല്ലണമെങ്കിൽ, ആ നിത്യതയിലെത്തണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. ഒരു കുഞ്ഞിനെ പോലെ. ആ കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാ. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയോടെ അവൻ വളരും. അവൻ്റെ ഹൃദയം നിഷ്കളങ്കമായിരിക്കണം. പക്ഷെ കുഞ്ഞുങ്ങൾ പിന്നീട് വളർന്നു വരുമ്പോൾ അവരുടെ ആ അശുദ്ധമൊക്കെ മാറും. ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമേ, ഒരു ചെറു കുഞ്ഞിനെ പോലെ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കുമോ? അവിടെ വിളിച്ചു പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പ്രിയമുള്ളവരെ. ഒത്തിരി പ്രാവശ്യം വായിച്ചു. ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയം ഞെട്ടിപ്പോയി. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യക്കട എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകിയാൽ ഈ ശിശുവിനെ പോലെ താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യം ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. വീണ്ടും മത്തായി സുവിശേഷം 10:16 ഇങ്ങനെ വായിക്കുന്നു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ വിവേകളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കുവാൻ. ഐ എം സെൻഡിങ് യു ഔട്ട് ലൈക്ക് ഷീപ്പ് എമംഗ് wolves. Therefore be as shrewd as snake and as innocents. നോക്കണം, ജീസസ് സ്പീക്കിംഗ് അബൌട്ട് ഇന്നർ characters, not just outward behavior. A poor heart is one that's sincere, devoted to God and free from divided loyalties. It is about seeking God will with the promise they will see God. അതിൻ്റെ പ്രൊമീസ് എന്താണെന്നറിയാമോ? അതിൻ്റെ പ്രൊമീസ് നമ്മൾ നോക്കണം. അവർ ദൈവത്തെ കാണും. To see God. അടുത്തത് നമ്മൾ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു. അവിടെ നിന്ന് 9-ാം വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരായിട്ട് വിളിക്കപ്പെടും. Blessed are the peacemakers, for that shall be called the sons of God. സമാധാനം ഉണ്ടാക്കുന്നവർ. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണോ? The peacemakers. ഒന്ന് വിളിച്ചു പറഞ്ഞാൽ the peacemakers. മറക്കരുത്, ഈ പോയിന്റ് എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. The peacemakers. നമ്മളാണെങ്കിൽ ആരെങ്കിലും എവിടെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ കുറച്ചുകൂടെ തീ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നാൽ കത്തിക്കൂ. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ പല സഭകളിലും ഇത് നടക്കുന്നുണ്ട്. ഞാൻ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഇവർ പെന്തക്കോസ്തുകാരാണെന്ന് പോലും അറിയത്തില്ല. ഓരോ വീഡിയോ കാണുമ്പോൾ ഓ മൈ ഗാഡ്, ആരാധന കഴിഞ്ഞിട്ട് കൊടുക്ക് അടി പിടി. ഓ മൈ ഗാഡ്. കഴിഞ്ഞ മാസം 2 മാസത്തിന് മുമ്പേ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു, വീഡിയോ. ഞാൻ ഞെട്ടിപ്പോയി. സ്വർഗത്ത് പോവോ? നമ്മൾ ഒത്തിരി പേരില്ല പ്രിയമുള്ളവരെ. പീസ് മേക്കേഴ്സ് ആയിരിക്കണം നമ്മൾ. പീസ് മേക്കേഴ്സ്, സമാധാനം ഉണ്ടാക്കുന്നവർ. പ്രശ്നം വന്നാൽ സമാധാനം ഒതുക്കി തീർക്കുക. സമാധാനകാംക്ഷികളായിരിക്കണം പ്രിയമുള്ളവരെ. ഇവിടെ വിളിച്ചു പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം എന്താണെന്നറിയാമോ? അത് റിസൾട്ട് പറയുന്നു, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. Blessed are the peacemakers, for they shall be called the children of God. സമാധാനം ഉണ്ടാക്കുന്നവർ എന്താണെന്നറിയാമോ? അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മൾ ദൈവപുത്രന്മാരാണോ? ദൈവപുത്രന്മാരാണോ? സമാധാനം ഉണ്ടാക്കുന്നവരാണോ? സമാധാനം ഉണ്ടാക്കിയാൽ നമ്മളെ ലോകം അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ, സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ്
2 വർഷം കൊണ്ട് പിടിയാ. എനിക്ക് വേണം, സമാധാനം ഉണ്ടാക്കാൻ നടക്കുക. എനിക്ക് വേണം, ഞാനാകണം, എനിക്ക് വേണം സമാധാനത്തിൻ്റെ പ്രൈസ്. ഏതാണ്ട് 2 വർഷം കൊണ്ട് പിടിയാ അവിടെ നടക്കുന്നത്. പക്ഷെ ഇതുവരെയും ഒന്നും ആയിട്ടില്ല. പീസ് മേക്കേഴ്സ്. ലോകം മൊത്തവും വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ യുദ്ധശ്രുതികൾ, ഭൂകമ്പം, ക്ഷാമം, ഭൂകമ്പം, നമുക്ക് ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഷെയർ മാർക്കറ്റെല്ലാം തകർന്ന് തരിപ്പണം, ലോകത്തിൻ്റെ എല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. സാധനത്തിനൊക്കെ വില ഇടിച്ചു കയറുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഗ്യാസിന് നോക്കണം, ഇടിച്ചു കയറുന്നു. പക്ഷേ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്കൊന്ന് പറയാൻ കഴിയും. നമ്മൾ പീസ് മേക്കേഴ്സ് ആണെങ്കിൽ, നമ്മൾ സമാധാനം ചെയ്യുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് എന്തുവാണെന്നറിയാമോ? ഹല്ലേലൂയ, അവിടെ വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, this shall be called the children of God. സമാധാനം ഉണ്ടാക്കുന്നവർ, the peacemakers, active reconciliators who work to heal broken relationship and conflicts. ഭിന്നതകൾ സജീവമായി പരിഹരിക്കുകയും സംഘർഷങ്ങൾ പരിഹരിക്കാൻ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ സ്വന്തം സ്വഭാവത്തെ പ്രതിഫലിക്കുന്നു. സമാധാനം അനുഗ്രഹിക്കത്തുള്ള വിശ്വാസികൾ അവൻ്റെ മക്കളായി അവർ ആത്മീയ ഐഡൻറ്റിറ്റി കടപ്പെടുന്നു. അവസാനത്തെ 2-3 വാക്യം ഞാൻ ഒന്നിച്ച് വായിക്കുന്നു. നീതി നിമിത്തം 10 മുതൽ 12 ദൈവമക്കൾ വായിച്ചാട്ടെ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചെടുപ്പീൻ. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. ദ പെർസിക്യൂട്ടഡ് എന്ന് വിളിച്ചു പറഞ്ഞോ. ദ പെർസിക്യൂട്ടൻ നോക്കണം. ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ദൈവത്തെ ബഹുമാനിക്കുന്നതിനും വേണ്ടി നിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ കഷ്ടപ്പെടുകയോ അനുഗ്രഹം, അവിടെ അനുഗ്രഹം വരും. ദൈവദാസന്മാരൊക്കെ ലോകത്തിൽ പീഡിക്കപ്പെടുന്നു, ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുന്നു, അച്ഛന്മാർ പീഡിക്കപ്പെടുന്നു. പക്ഷേ ഇതൊക്കെ നടക്കേണ്ടതാ. ഒന്നാം നാട്ടുണ്ടല്ലേ, യേശുവിൻ്റെ അപ്പോസ്തലന്മാരെ ഒന്ന് നോക്കൂ. എന്നിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിലും മരണത്തിൻ്റെ ദിവസം നമ്മൾ മെമ്മോറിയൽ സർവീസിന് എന്താ പറയുന്നത്? നല്ല പോർപ്പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഞാൻ പറയത്തില്ല നീതിയുടെ കിരീടം എനിക്ക്. നമ്മളെന്തോ നല്ല പൊരുതിയത്, ഓട്ടം തികച്ച എന്തോ. പണ്ട് ഒരു കുടിയൻ്റെ അടക്കത്തിന് ഞാൻ പോയി. അവിടെ ഇത് തന്നെ പറയുന്നത്, നല്ല പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഓ മൈ ഗാഡ്. തിരുമേനി ഉണ്ടായിരുന്നു. തിരുമേനി പിന്നെ വേറൊരാളൂടെ ഉണ്ടായിരുന്നു. തിരുമേനി ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ പറയുമ്പോൾ ഈ ഇവിടെ കൂടെ നിന്ന ഒരു വിശ്വാസി ഉണ്ടല്ലോ, തിരുമേനിയെ കാട്ടി മുന്നിൽ കയറി പാടുക. അപ്പം ഞാൻ വിചാരിച്ചു ഈ പാട്ടി, അപ്പം ഞാൻ നോക്കിയപ്പോൾ ആടി പാടുക. തിരുമേനി പാടുന്നതിൻ്റെ കൂടല്ല പാടുന്നത്, തിരുമേനിയെ ഓവർകം ചെയ്ത് പാടുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്തുവാന്ന്. എന്നിട്ട് ഇതൊക്കെ പറയുന്നത് എന്തുവാ? ഞാൻ നല്ല പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അത് പഠിക്കണം. നല്ല പൊരുതി. പൗലോസ് വിളിച്ചു പറയുന്നു, ഞാൻ നല്ല പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു അടി കിട്ടുമ്പോൾ ഉള്ള ന്യൂസിലെല്ലാം വന്നു അടി കിട്ടി. ചെറിയൊരു അടി കിട്ടിയതേ ഉള്ളൂ, ന്യൂസ് മൊത്തം അറിയും. പക്ഷെ ഇന്ന് പകല നിങ്ങൾ പിടിക്കപ്പെടുകയോ ചെയ്യുവാണെങ്കിൽ, എന്നിട്ട് മുന്നോട്ട് നിങ്ങൾ പെട്ടെന്ന് ഞാൻ നിർത്തുകയാണ്. അടുത്തത് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഇന്ന് പകല് ഇത്രയും കാര്യം നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കണം. മത്തായി സുവിശേഷം, ബട്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ്, joy, peace, forbearance, kindness, goodness, faithfulness, gentleness and self-control. Against such things there is no law. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇതൊക്കെ വായിക്കണം. ഞാൻ അതൊന്നും എടുക്കുന്നില്ല. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇത്രയും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് പകലൊന്ന് വിശ്വസിക്കാമോ? ഇത്രയും പേര് ഒന്ന് വിളിച്ചു പറയാമോ? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതിന് വിരോധമായി ഒരു ന്യായ പ്രമാണമില്ല. അവിടെ വിളിച്ചു പറയുന്നു, മത്തായി സുവിശേഷം 5:48 ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങൾക്കും സൽഗുണപൂർണ്ണരായി. പെർഫെക്റ്റ്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് ഹോളി. അതിനകത്ത് പല സ്കോളേഴ്സ് എഴുതിയേക്കുന്ന പെർഫെക്റ്റ്, ഹോളി എന്ന ചിലർ എഴുതിയേക്കുന്നത്. ഇന്ന് പകല് സൽഗുണപൂർണ്ണ
സ്വർഗീയ പിതാവ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ ബി പെർഫെക്റ്റ്. Therefore as your heavenly father is perfect. അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ്, ഹോളി, മച്വർ, ഇതെല്ലാം വിളിച്ചു പറയും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കാമോ? നമ്മുടെ സ്വർഗീയ പൂർണ്ണൻ പരിപൂർണനായിരിക്കുന്നു. അവിടെ സ്ഥാനം യേശു ഇതെല്ലാം പറഞ്ഞിട്ട്, when Jesus had finished saying these things, the crowds were amazed at his teaching, because he taught us one who had authority and not as the teachers of the law. The Sermon on the Mount is not merely a list of ideas. It is called to surrender, inward transformation, and a life that reflects the character of our Heavenly Father. ഒരു നിമിഷം ദൈവസന്നിധി ഒന്ന് എഴുന്നേക്കാമോ പ്രിയമുള്ളവരെ? ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ഇന്ന് പകലൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ദൈവമേ, എന്നെ പഠിപ്പിക്കണമേ എന്നൊരു തീരുമാനമെടുക്കാമോ? നമ്മൾ ഒരുന്ന് സറണ്ടർ ചെയ്യണം. ഞാൻ ഉൾപ്പെടെ ഇത് പഠിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പ്രിയമുള്ളവരെ. ഞാനൊന്നുമില്ലല്ലോ ദൈവമേ, അപ്പ ഞാനൊന്നും ആയിട്ടില്ലല്ലോ. നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ പ്രിയമുള്ളവർ. ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് പറ്റുമോ? ദൈവമേ, 8 crore ബിയാറ്റിറ്റ്യൂഡ് പറഞ്ഞു, അനുഗ്രഹങ്ങൾ. ഇത് ചെയ്താൽ അനുഗ്രഹം എന്നൊരു തീരുമാനമെടുക്കാമോ? ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കാമോ പ്രിയമുള്ളവരെ? പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കുക. എല്ലാ കണ്ണുകളും അടയട്ടെ. പ്രിയ പൈതല്ല, ഒരു പാട്ട് പാടും. അതിനോടനുബന്ധിച്ച് നമ്മളൊരു സമർപ്പണ ശുശ്രൂഷ ഒന്ന് ചെയ്യാൻ പറ്റുമോ? ദൈവമേ, 5, 6, 7 അധ്യായത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവാഴ്മൊഴി ജനത്തോട് വിളിച്ചു പറയുകയാണ്. ഇന്നും ഈ വചനങ്ങൾ ശക്തമായിട്ട്, ജീവനുള്ള വചനമായിട്ട് ലോകത്തിൽ കിടക്കുക. പലരും പ്രസംഗിക്കുമ്പോൾ സ്കോളേഴ്സ്, നമ്മുടെ രാഷ്ട്രപിതാക്കന്മാർ പ്രസംഗിക്കുന്നു ഈ വചനങ്ങൾ. ടച്ച് ചെയ്യുന്നു രാഷ്ട്രപിതാവ്, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഇവരെല്ലാം പ്രസംഗിക്കുന്നത് ഈ വചനം എടുത്ത് പ്രസംഗിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകലൊരു തീരുമാനമെടുക്കുവാൻ എത്ര പേര് ശക്തമാണ്? സമർപ്പിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും ഒന്ന് സമർപ്പിച്ചാട്ടെ. എല്ലാ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ക്രൂശുമെടുത്തിനി ഞാനൻ യേശുവെ പിൻചെൽകയാ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ. ക്രൂശുമെടുത്തിനി ഞാനൻ യേശുവെ പിൻചെൽകയാ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും.